എനിക്ക് ഇപ്പോൾ മോഹൻലാലിനെ താങ്ങി പിടിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്കത് ചെയ്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റേതായിട്ടുള്ള ലൈനിലാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള വരുമാനങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇനിയും ഈ ഫാൻസ് മനസ്സിലാക്കിയാൽ നിങ്ങളെപ്പോലെ മൂപ്പരൊരു പടം വരുമ്പോൾ 10 ടിക്കറ്റ് കിട്ടി എനിക്കതൊന്നും വേണ്ട. മോഹൻലാലിന് വേണ്ടിയിട്ട് യെസ്, അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തി ചില ക്വാളിറ്റീസ്. ഇപ്പം നരേന്ദ്രമോദിജി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്നുള്ളത് എനിക്കറിയില്ല. ഐ വിൽ ഡൈ ഫോർ ഹിം ബിക്കോസ് ഈസ് എ നോൺ കറപ്റ്റഡ് കമ്മിറ്റഡ് പേഴ്സൺ. രാജ്യത്തിന് വേണ്ടിയിട്ട് ഓടുന്നു, ഫ്ലൈറ്റിൽ പോകുന്നു. ഒരു പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ ചെയ്യുമായിരിക്കും. അതിന് നിങ്ങൾ എന്ത് ക്രിറ്റിസിസം വേണമെങ്കിൽ ചെയ്തോ. യെസ്, ഐ വിൽ ഡൈ ഫോർ ഹിം. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു മോഹൻലാൽ എന്നുള്ളത് എൻ്റെ മനസ്സിനകത്ത്. ഇപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അത്. മമ്മൂക്ക ഇതായിപ്പോയി എന്നുള്ളത്. കാരണം മമ്മൂക്കയായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്ന ആളാണ്. കാരണം എന്താ പറയുക, വയസ്സ്, ആ റെസ്പെക്റ്റ്. മോഹൻലാലിനെ പോലെ എനിക്ക് പോയിട്ട് കളിതമാശ പറയാൻ പറ്റില്ല. അതവിടെ വരുന്ന സമയത്ത് ആയിക്കാം. പക്ഷെ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ചിലവന്മാർ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ ഐ റിയലി ഫെൽറ്റ് ബാഡ്. ഐ ഷൗട്ടഡ്.